മലപ്പുറം ജില്ലാ കളക്ടർക്കെതിരെ തിരുനാവായ നിള മാഘ മഹോത്സവം സംഘാടക സമിതി. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ കളക്ടർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് വിമർശനം. കളക്ടറുടേത് സുതാര്യമായ നിലപാടല്ലെന്നും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ആരോപിച്ചു. മറ്റന്നാൾ മുതലാണ് നിള മാഘ മഹോത്സവം ആരംഭിക്കുന്നത്. ഒരു 3-4 ദിവസം മുമ്പ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെത്തി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞശാല ഈ യജ്ഞശാലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പുഴയുടെ ഭാഗം ആഴമുള്ള ഭാഗത്തുള്ള ഒരു താൽക്കാലികമായിട്ടുള്ളൊരു തടിപ്പാലം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കളക്ടറും SP-യും എല്ലാം ചേർന്നിട്ട് ഇവിടുത്തെ സംഘാടക സമിതി ഭാരവാഹികളെ ഇത് അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി എന്നുള്ള നിലയ്ക്ക് വിളിച്ചിരുന്നു. നമ്മുടെ ആളുകൾ അവിടെ പോവുകയും എല്ലാ തരത്തിലും അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഇതിൻ്റെ സുരക്ഷയൊക്കെ മുൻനിർത്തി എന്നുള്ളതുപോലെ കുറേ നിർദ്ദേശങ്ങൾ, കുറച്ച് ആവശ്യങ്ങൾ കളക്ടർ ഉന്നയിച്ച് അല്ലാതെ സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു അനുമതി രേഖാമൂലം നൽകുകയോ ചെയ്തിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ കളക്ടറെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ മറ്റന്നാളാണ് ഈ മാഘ മഹോത്സവം ആരംഭിക്കാനിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അനിശ്ചിതത്വത്തിലായ സാഹചര്യമാണോ ഉള്ളതിപ്പോൾ? അനുശ്രീ, കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുമ്പോഴും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംഘാടക സമിതിക്കാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം സാധു ആനന്ദവനം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുന്ന കാര്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണെന്നും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പോകാനുള്ള നിർദ്ദേശം വാക്കാൽ നൽകിയെന്നുമാണ് സംഘാടക സമിതി പറയുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് പിന്നിട്ട് ഈയൊരു തിരുനാവായിലെ പരിപാടികൾ തുടങ്ങാൻ 2-3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. ഈ 70% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ അനുവാദമില്ല എന്ന് പറയുന്നതിൽ അതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഇപ്പോഴും ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് എന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നത് എന്നാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ 1,50,000-ൽ മുകളിൽ ആളുകൾ എത്താൻ പോകുന്ന സ്ഥലമാണ്. അവിടെ ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു നടപ്പാലമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കവുങ്ങ് ഉപയോഗിച്ച് കെട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാതെ ഇവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രായോഗികമായിട്ട് ഇതിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു മാഘമഹോത്സവമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഈ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് സർക്കാർ നിഷ്കർഷിക്കുന്ന ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് പൂർത്തീകരിക്കാനും പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുവാനും സംഘാടക സമിതി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അപ്പോൾ നടപടികളുമായി ഈ ഒരു മാഘമഹോത്സവമായിട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംഘാടക സമിതിക്ക് മറ്റും യാതൊരു ആശങ്കയില്ല. മറ്റന്നാൾ തിങ്കളാഴ്ച ഗവർണർ വരാനിരിക്കുന്നു. അതിനു മുൻപുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെയായിട്ട് പിതൃ ബലിക്രിയ, ശ്രാദ്ധക്രിയ ചടങ്ങുകളൊക്കെ ഇതിന് മുന്നോടിയായിട്ടുള്ളത് പൂർത്തിയാക്കും. തിങ്കളാഴ്ച ഗവർണർ വന്ന് ഇതിൻ്റെ ധ്വജാരോഹണം, കൊടിയുയർത്തൽ ചടങ്ങ്, കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കും. അപ്പോൾ ഈ നിശ്ചയിച്ച പോലെ തന്നെ ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോഴും ജില്ലാ ഭരണകൂടം നൽകിയ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ മുമ്പിലുള്ള ആശങ്ക. അക്കാര്യമാണ് സാധു ആനന്ദവനം പങ്കുവച്ചത്. അനുമോദ്, അതുപോലെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ സംഘാടക സമിതിക്കാണ് അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അതിൽ സംഘാടക സമിതി എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്കുകൾ നടത്തുന്നുണ്ടോ? അതിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണ് നിർമ്മാണം നടത്തുന്നത് എന്നാണ് സംഘാടക സമിതി പറയുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താൽക്കാലിക പാലം നിർമ്മിച്ചതിന് ശേഷം ഏതെങ്കിലും സുരക്ഷാ ഏജൻസികളെ കൊണ്ട് അതിൻ്റെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാൻ
ഈ ഒരു സംവിധാനം മതിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര പരിസരം എന്ന് പറയുമ്പോൾ അവിടെ സാധാരണഗതിയിൽ തന്നെ ഏറെ തിരക്കേറിയ സമയമാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട്. അവിടേക്ക് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരുപാട് ദിവസം എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ആ ഒരു പുഴയുടെ തീരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് പുഴയുടെ മണൽത്തിട്ടയിലേക്ക് കൂടി ഈ ഒരു നടപടികൾ, ഇതിൻ്റെ ചടങ്ങുകൾ നടത്തുവാൻ വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ മണൽത്തിട്ടയിലേക്ക് എത്താൻ ഈ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചേ മതിയാകൂ. അതിൻ്റെ അനുമതി നേരത്തെ സംഘാടകർ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാനായിട്ടല്ല, ഇതല്ലേ ഭരണകൂടവും ഉദ്യോഗസ്ഥരും അത് വൈകിപ്പിക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് മറുപടിയായിട്ട് സംഘാടകർ പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ നേരത്തെ ജില്ലാ ഭരണകൂടം നൽകിയ 21 കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘാടക സമിതി പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊക്കെ ഒരു ആശങ്കയുണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിട്ടും കാര്യങ്ങൾ അറിയിച്ചിട്ടും ഈ നടപടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വൈകിപ്പിച്ചത് ശരിയായ രീതിയായിരുന്നില്ല എന്ന ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപമാണ് സംഘാടക സമിതിയുടെ ഭാഗത്തും ഉയരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊന്നും ഇതുവരെയും ഇവിടെ തടസ്സം വന്നിട്ടില്ല. നടപടികൾ നിശ്ചയിച്ച പോലെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ശരി, സി വി അനുമോദാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.